വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠം ഫൂൽ എന്ന കവിതയുടെ ആശയമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആശയം എഴുതേണ്ടതെന്ന് നോക്കാം. ആദ്യം ഹെഡിങ് കൊടുക്കണം. നിർബന്ധമായിട്ടും കൂട്ടുകാർ ആശയം എഴുതുമ്പോൾ ഹെഡിങ് കൊടുക്കണം. ഇവിടെ ടിപ്പണി എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ ഫൂൽ കവിത അപ്പർ ടിപ്പണി എന്ന് കൊടുക്കാം, അതും അല്ലെങ്കിൽ ഫൂൽ എന്ന് മാത്രമായിട്ടും ടിപ്പണി കൊടുക്കാം. അപ്പോൾ ഒരു ഹെഡിങ് മസ്റ്റായിട്ട് എഴുതണം കേട്ടോ. എന്നിട്ട് നമ്മൾ 3 പാരഗ്രാഫ് തിരിച്ച് ആൻസർ എഴുതുക. ഫസ്റ്റ് പാരഗ്രാഫിൽ കവിനെ കുറിച്ച് എഴുതുക. കവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന 1 or 2 സെൻറ്റൻസ് എഴുതുക. സെക്കൻഡ് പാരഗ്രാഫിൽ ഈ കവിതയിൽ എന്താണ് പറയുന്നത് അതിൻ്റെ ഉള്ളടക്കം എഴുതുക. 3ാമത്തെ പാരഗ്രാഫിൽ ഈ കവിതയിൽ നിന്ന് അതിൻ്റെ ഭാഷയെക്കുറിച്ചും കവിത നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ചും ഒരു 1 or 2 സെൻറ്റൻസിൽ എഴുതുക. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. फूल डॉक्टर रामदरस मिश्र की एक प्रतीकात्मक कविता है. यह आधुनिक जीवन की कृत्रिमता और प्रकृति से मनुष्य के दूर जाने की समस्या को चित्रण करती है. അപ്പോൾ ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തത്. ഫൂൽ എന്നത് ഡോക്ടർ രാംദരസ് മിശ്രയ്ക്ക് ഏക്ക് പ്രതീകാത്മകമായിട്ടുള്ള കവിതയാണ്. പിന്നെ ഇതും കൂടി കൊടുക്കുക. യഹ് ആധുനിക ജീവൻ കി കൃത്രിമത, ഇന്നത്തെ ജീവിതത്തിൽ നടക്കുന്ന കൃത്രിമതയും പ്രകൃതിസെ മനുഷ്യക്ക് ദൂർ ജാനകി, പ്രകൃതിയിൽ നിന്നും ദൂരെ മാറി നിൽക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളുമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനായി. ഇനി നമുക്ക് എഴുതാം. कवि ने बाजार में सजे प्लास्टिक के फूलों को बिना मौसम बहार के रूप में चित्रित किया है. കവി ബാസാറിൽ അലങ്കരിച്ച് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് പൂവിനെ കണ്ട് ബിനാ മൗസം ബഹാർ, വസന്തകാലം മാറി വന്നു എന്ന രൂപത്തിൽ ചിത്രിത് കിയാ ഹെ, പ്ലാസ്റ്റിക് പൂക്കളുടെ പൂന്തോട്ടം കണ്ടപ്പോൾ കവിക്ക് അങ്ങനെ തോന്നി. വസന്ത് ഫൂലോം കാ ഋതു ഹെ, വസന്ത് എന്ന് പറയുന്നത് പൂക്കളുടെ കാലമാണ്. പ്ലാസ്റ്റിക് ഫൂൽ നക്കലി ഹെ, പ്ലാസ്റ്റിക് പൂക്കൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഉസ്കെ ലിയെ ബസന്ത് കി ജറൂറത്ത് നഹീം ഹെ, അതിനുവേണ്ടി വസന്തകാലത്തിൻ്റെ ആവശ്യമില്ല. ഇസ്ലിയെ കവിനെ ഐസ കഹാ ഹെ, അതുകൊണ്ടാണ് കവി ഇങ്ങനെ പറയുന്നത്. ഹമേശ ഏക് ഹി ഭാവ് സെ രഹത്തെ പ്ലാസ്റ്റിക് ഫൂലോം കി ഏക് രസത ഘർ കോ സജാത്തി ഹെ, എല്ലായ്പ്പോഴും ഒരേ ഭാവത്തിൽ നിൽക്കുന്ന പ്ലാസ്റ്റിക് പൂക്കളുടെ ഏകരസതയെ കവിയുടെ വീട് സജാത്തി ഹെ, അലങ്കരിക്കുന്നു. ഇസ്മേ ഹവായേം മധുമക്കിയും തിത്തലിയും ആദി അസന്തുഷ്ട ഹെ, അതുകൊണ്ട് പ്രകൃതിയുടെ കാറ്റ്, തേനീച്ചകൾ, വണ്ടില്ലേ, പിന്നെ പൂമ്പാറ്റകൾ അതെല്ലാം അതൃപ്തരാവുന്നു. ഉന്മേ ഗന്ധ് രസ് കോമൾ സ്പർശ് ആദി നഹീം ഹെ, അവയ്ക്കൊന്നും മണമോ അതുപോലെ തേനോ മൃദുലമായ സ്പർശനമോ ഒന്നും ആ പൂവിൽ കിട്ടുന്നില്ല. കവിതാമേ ബച്ചോം കി ജിജ്ഞാസ ഫൂലോം കി പഹ്ചാൻ ഹെ, ഈ കവിതയിലെ കുട്ടികളുടെ ജിജ്ഞാസ എന്ന് പറയുന്നത് പൂക്കളെ മനസ്സിലാക്കണം, പൂക്കളെ അറിയണം എന്നതാണ്. വേ പ്രകൃതിക്ക് സാത്ത് ജീന ചാഹത്ത ഹെ, കുട്ടികൾ പ്രകൃതിയോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അന്തുമേ കവി പ്ലാസ്റ്റിക് ഫൂലോം കോ തോട് കർ അപ്പനി ആംഗൻ കി മിട്ടി മേ ജൂഞ്ചിനെ ലഗെ, അങ്ങനെ അവസാനം കവിക്ക് തന്നെ മനസ്സിലായി കവി ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലായിട്ട് കവി എല്ലാ പ്ലാസ്റ്റിക് പൂക്കളും, വീട്ടിൽ അലങ്കരിച്ച എല്ലാ പ്ലാസ്റ്റിക് പൂക്കളും ഉപേക്ഷിക്കുന്നു, എറിഞ്ഞു കളയുന്നു. എന്നിട്ട് തൻ്റെ മുറ്റത്ത് മണ്ണിൽ കവി കിളച്ച് തൈ നടാൻ തുടങ്ങുന്നു. അടുത്ത ലാസ്റ്റ് പാരാഗ്രാഫ് നമുക്ക് ചുരുക്കി എഴുതാം. യേ കവിത ഹമേ പ്രകൃതി കാ മഹത്വ കി യാദ് ദിലാത്തി ഹെ, ഈ കവിത നമ്മളെ പ്രകൃതിയുടെ മഹത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതി സംരക്ഷൺ കാ മഹാൻ സന്ദേശ് ദേത്താ ഹെ, ഈ കവിതയിൽ നിന്നും പ്രകൃതി സംരക്ഷണം എന്ന മഹത്തായിട്ടുള്ള ഒരു സന്ദേശമാണ് ലഭിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു ടിപ്പണി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.